രാം നാരായൺ രാം. മെഡിറ്റേഷൻ ഈ വാക്ക് വളരെ ചെറിയതാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ചിലപ്പോൾ 5 മിനിറ്റ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യാനാകും എന്നാണ് നമ്മൾ കരുതാറുണ്ട്. പക്ഷേ അത് ശരിയായ ധാരണ അല്ല. മെഡിറ്റേഷൻ നിങ്ങൾ എത്ര ആഴത്തിൽ കടന്നുപോകുമെന്ന് തികച്ചാൽ നിങ്ങൾ തന്നെ കൂടുതൽ അറിയാൻ കഴിയുന്നു. മുൻപ് പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ഒരു സൗണ്ട് എനർജിയുടേതാണ്. ഒരു വ്യക്തിയുടെ അടിയന്തര നിലവാരത്തിൽ 50,000 കോടി ആത്മകൾ അടങ്ങിയിരിക്കുന്നു. ഈ ആത്മകളെ ജീവിക്കുന്നതിനും ശക്തിയോടെ ജീവിക്കുന്നതിനും മർത്യാനന്തര മോക്ഷം നേടുന്നതിനും ആത്മസംസ്കാരത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ചിന്തകളുടെ വഴി നമ്മുടെ മനസ്സിന്, ബുദ്ധിക്ക്, ശക്തിക്ക് അനുഗ്രഹം നൽകുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശക്തി എല്ലാവരെയും കൂട്ടിയിണക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ ഘട്ടം എപ്പോഴാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ഈ കാലത്ത് എല്ലാവരും മറ്റൊരു വ്യക്തിയുടെ മേൽ അധികാരം നേടാനുള്ള ശ്രമത്തിലാണ്. ചിലർ മറ്റൊരു വ്യക്തിയെ തടിച്ചുകേണിക്കും. പക്ഷേ നമ്മൾ ഇത് മറക്കുകയാണ്. എല്ലാ മനുഷ്യരും 5 മൂലകങ്ങളിൽ നിന്നും രൂപം നേടിക്കൊണ്ട് സൃഷ്ടിച്ചവരാണ്. ഒരു വ്യക്തി എന്തു മനസ്സിലാക്കണം? നാം നേരിടുന്ന വെല്ലുവിളി എന്താണെന്നും നമ്മുടെ മനസ്സിൽ നിശ്ചയാത്മക ആലോചന ഉണ്ടാക്കുന്നുവോ അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിൽ ജീവിക്കുമോ എന്ന്. മറ്റുള്ളവരുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കരുത്. വിശ്വാസം ഇടിക്കരുത്. ഭൂമി ജപം തപത്തിൻ്റെ സ്ഥലമാണ്. വിശ്വാസം ആണ് നമ്മുടെ ശക്തി. ധൈര്യം ആണ് ആചാരത്തെ സൂചിപ്പിക്കുന്നതും. സ്നേഹം തന്നെയാണ് ആത്മവിശ്വാസം. ഈ മൂല്യങ്ങളെ ജീവിതത്തിൽ സാവധാനം പ്രയോഗിക്കുവാന് തുടരുക. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം സ്വയമേവ സാധ്യമാകും. മെഡിറ്റേഷൻ്റെ പ്രാധാന്യം. മെഡിറ്റേഷൻ നിങ്ങളെ മാത്രമല്ല പ്രകൃതിയെ മനസ്സിലാക്കാൻ സഹായിക്കും. നീത്തെ മുറിപ്പെടുത്തുകയും മനസ്സിനെ, ബുദ്ധിയെ, ആന്തരിക ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓർത്തെടുക്കേണ്ട കാര്യം: 1. ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം രാത്രി തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുക. 2. ഉറങ്ങാൻ മുൻപുള്ള കുറച്ച് സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ഒരു പകരം അല്ല, ജീവിതശൈലിയായി മാറണം. അതുകൊണ്ട് രാം നാരായൺ രാം എന്ന മഹാഗുരു നൽകിയ ബീജമന്ത്രം ജപിക്കുക. ഈ ബീജമന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾ ബ്രഹ്മാണ്ഡത്തിൻ്റെ ശക്തിയോട് ബന്ധപ്പെട്ടതുപോലെ അനുഭവമുണ്ടാക്കും. രാം നാരായൺ രാം എന്ന ബീജമന്ത്രം ഓരോ വ്യക്തിക്കും ആന്തരിക ബുദ്ധി ചൈതന്യത്തെ ഉണർത്തുന്നതും ആത്മവിവേചനത്തിനും കാരണമാകും. അതുകൊണ്ട് ഈ ബീജമന്ത്രം നിരന്തരമായി ജപിച്ച് മുന്നോട്ടു പോകുക.